സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ 4 യാത്രകളാണ് അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വിശ്വാസ സംരക്ഷണ യാത്ര പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ ലക്ഷ്യം വലുതാണ്. അതായത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് CPM നടത്തിയിരിക്കുന്നത്. CPMന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡും CPM സഹയാത്രികളായ ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്നാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം അടക്കമുള്ളവ മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റത് എന്നത് പരസ്യമായ രഹസ്യമാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് വലിയ വിഷയമാക്കി മാറ്റുക. വിശ്വാസ സമൂഹത്തിന്റെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ജീവൻ മരണ പോരാട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ 2 തവണയായി കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലില്ല. ഇത്തവണ അധികാരം പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 4 മേഖലകളിൽ വിശ്വാസ സംരക്ഷണ യാത്രയുമായി കോൺഗ്രസ് കടന്നു വരുന്നത്. കെ മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവരാണ് ഈ യാത്രകൾക്ക് നേതൃത്വം നൽകുന്നത്. ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും ഒരേപോലെ വിജയസാധ്യതയുണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എല്ലാ മണ്ഡലത്തിലും ബൂത്ത് വാർഡ് കമ്മിറ്റികൾ എല്ലാം പുനരുജ്ജീവിപ്പിച്ച് അതിന് പുതിയ ഭാരവാഹികളെ കണ്ടെത്തേണ്ട സ്ഥലങ്ങളിൽ പുതിയ ഭാരവാഹികളെ കണ്ടെത്തി പോഷക സംഘടനകൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കി സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പരമാവധി ജനങ്ങളിൽ എത്തിക്കാൻ ഗൃഹസമ്പർക്ക ക്യാമ്പയിനുകൾ പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കുടുംബ സംഗമങ്ങൾ നടത്തി സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിക്കുകയാണ് കോൺഗ്രസ്. ഇനി വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്ന ആ സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വലിയൊരു യാത്ര കോൺഗ്രസ് അണിയറയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഒരു കേരള യാത്ര കൂടി നടക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ബീഹാറിൽ വോട്ടധികാർ യാത്ര നടത്തിയ മാതൃകയിൽ കേരളത്തിൽ വലിയ ഒരു യാത്രയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്ലാൻ ചെയ്യുന്നത്. ആ യാത്ര കൂടി നടന്നു കഴിഞ്ഞാൽ കേരളത്തിൽ 100-ലധികം സീറ്റുമായി ഭരണം പിടിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. കേരളത്തിന്റെ സർവ്വ മേഖലയും ഭരിച്ചു മുടിച്ച കേരളത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയ സംസ്ഥാന സർക്കാരിനെതിരെ CPMനെതിരെ വലിയ ജനവികാരം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു ഭാഗത്ത് BJPയെ ചേർത്ത് പിടിക്കുകയും മറുഭാഗത്ത് BJPക്ക് എതിരെ പ്രസംഗിക്കുകയും ചെയ്യുന്ന CPMന്റെ ഇരട്ടത്താപ്പ് നയം കേരളം കാണുകയാണ്. ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന CPMന് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ തിരിച്ചടി നൽകാനുള്ള പ്രയത്നത്തിലാണ് കോൺഗ്രസ് കേരളത്തിലെ CPMും BJPയും തമ്മിലുള്ള ബന്ധം പരമാവധി തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യം സുസ്ഥിര വികസനം, ജനാധിപത്യം സംരക്ഷിക്കുക, മതേതരത്വം സംരക്ഷിക്കുക എന്നതായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് മാത്രമേ ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്കും നിർബന്ധമാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനം പോലും യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം വർഗീയത അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് നടമാടിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുന്നത്. ഒരേ സമയം കേന്ദ്ര സർക്കാർ കേരളത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ കാര്യമായ ഒരു പ്രതിഷേധം നടത്താൻ പോലും തയ്യാറാക്കാത്ത ഇടതുമുന്നണിയുടെ നെറികെട്ട രാഷ്ട്രീയ നാടകം കേരളം കാണുകയാണ്. അതോടൊപ്പം തന്നെയാണ് കേരളത്തിന്റെ എല്ലാ രംഗത്തും പരാജയപ്പെട്ട കേരളത്തിൽ വികസനത്തിന്റെ പാന്താവിലേക്ക് കേരളത്തെ കൈപിടിച്ചനയിക്കാൻ കേരളത്തിൽ വീണ്ടും UDFും കോൺഗ്രസും അധികാരത്തിൽ വരണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്.